ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഇവിടെ ധ്യാനം ശ്ലോകത്തിൽ ലാസ്റ്റ് അവസാനം പറയപ്പെട്ട ഒന്ന് ഓർമ്മിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കാരണം അത് ധ്യാനം എന്നുള്ളതിനെ പറ്റിയാണല്ലോ ഈ അധ്യായം കൂടുതൽ പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ധ്യാനത്തിൽ അവസ്ഥിതമായ തത്പ്രാപ്യമായ മനസ്സുള്ളവർ കാണുന്നു, മറ്റുള്ളവരൊക്കെ കേൾക്കുന്നു, പറയുന്നു, പാടി പുകഴ്ത്തുന്നു. ആരാണ് അറിയുന്നത്? അത് ഓർമ്മിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ അധ്യായം നമുക്ക് തരുന്നത്. അത് ഗീതയുടെ ഭാഗമല്ലെങ്കിലും ഗീതയുടെ ഭാഗമായി തീർന്നു. മധുസൂദന സരസ്വതി സ്വാമികൾ എഴുതപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ആ ധ്യാനം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഗീതയുടെ ഒരു താല്പര്യം നമുക്ക് മനസ്സിലാവാൻ പറ്റും. അത് അറിയാത്തവരുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ അധ്യായത്തിൽ ഇതിൻ്റെ കൂടുതൽ നമുക്ക് നമ്മുടെ ആഴത്തിലേക്ക് പഠിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ ഒക്കെ കഴിയുന്നവരാണ് മുന്നിലിരിക്കുന്നവരെന്നൊക്കെ വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത് 32-ാമത്തെ ശ്ലോകമാണ്. ഈ പല സ്ഥലത്തും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചില ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അന്യർക്കു പ്രവേശനമില്ല. ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. അപ്പൊ ചില വിദ്വാൻമാര് ആ എഴുതി വെച്ചതിൻ്റെ താഴെ എഴുതി വയ്ക്കും, ആരും അന്യരല്ല. അതാണ് ഈ ശ്ലോകം പറയുന്നത്. കണ്ടില്ലേ? പല സ്ഥലത്തും കണ്ടില്ലേ അന്യർക്ക് പ്രവേശനമില്ല എന്ന്. അപ്പൊ അത് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന്റെ അടിയിൽ എന്തുണ്ടാവും? ആരും അന്യരല്ല. അതന്നെ ഈ ശ്ലോകം പറയുന്നത്, ആരും അന്യരല്ല. പക്ഷെ അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളിൽ സുദൃഢമായിട്ട് ഉറപ്പിക്കുകയാണ് ഈ അധ്യായം ചെയ്യുന്നത്. അത് പറഞ്ഞ് മാത്രം പോയാൽ പോരാ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതറിയാനുള്ള പ്രാഥമിക തലം മുതൽ, ഇവിടെ യോഗ ശബ്ദം കൊണ്ട് ഏറ്റവും പ്രാഥമിക തലത്തിൽ അനുഷ്ഠാനം തുടങ്ങി ഉയർന്ന അർത്ഥത്തിൽ യുജുമേളനോ സമാധി എന്നുള്ള അർത്ഥം വരുന്ന എല്ലാറ്റിനും യോഗ ശബ്ദം കൊണ്ട് പറയാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി എന്തെന്ത് അനുഷ്ഠാനങ്ങളെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുവോ അതൊക്കെ യോഗ ശബ്ദത്താൽ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെന്ന് വിചാരിക്കുക. പോകുമ്പോൾ നമ്മൾ ഈശ്വരനെ കാണുന്നത് എവിടെയാ? വിഗ്രഹത്തിൽ കാണാനല്ല കേട്ടോ പോണത്. എന്നാലും അങ്ങനെ പറയാം അല്ലെ. വിഗ്രഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാലും പ്രാഥമിക തലത്തിൽ വിഗ്രഹത്തിൽ, കല്ലില്, മരത്തിലൊക്കെ നമ്മൾ കാണാൻ വേണ്ടി ഒരു പ്രാഥമിക തലത്തിൽ, പ്രൈമറി തലത്തിൽ നമ്മൾ പോകണം. അങ്ങനെ പോയി ആ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്ന് ഉയരണം. എന്നും പോയാൽ പോരാ. ക്ഷേത്രം കോണിപ്പടിയാണല്ലോ. കോണിപ്പടിയിൽ ഇരിക്കാൻ പാടില്ലല്ലോ.
അപ്പം അതിനുപരി എത്തണ്ടേ? പക്ഷെ അധികം ആൾക്കാർ അവിടെ തന്നെ ഇരിക്കലാ പണി, മുന്നോട്ട് പോവാറില്ല. ഇപ്പോൾ കല്ലിലും മരത്തിലും ഒക്കെ ഒരാൾക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ ഏകാഗ്രത കൊണ്ട് നമ്മൾ ശീലിക്കുന്നു, അഭ്യാസം കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ണടച്ചു തൊഴുകുമ്പോൾ എവിടെ കാണുന്നത്? രണ്ടാമത്തെ ഘട്ടം. അതിനും ഗീത പറയുന്നുണ്ട്, ഹൃദ്ദേശോർജുന തിഷ്ഠതി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ധാരണ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നുള്ളിൽ കാണുന്നു, കണ്ണടച്ചിട്ടും കാണുമെന്ന് കണ്ടാ പിന്നെ അതെ. പിന്നത്തെ കാഴ്ച എവിടെയാ? മൂന്നാമത്. പുറത്ത് വിഗ്രഹങ്ങളിൽ കണ്ടു, അത് കണ്ടിട്ട് എന്ത് ചെയ്തു? അതിനെ ഉള്ളടക്കി, അതിനെ തന്നിൽ കണ്ടു. അടുത്ത ഘട്ടം തന്നിലുള്ളതിനെ സർവത്തിലും. എവിടെ? ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയോ അഥവാ പിപീലിക വരെയോ ഉറുമ്പ് വരെ, ഏത് വരെ പറഞ്ഞു, അതിന്റെ താഴോട്ട് പറയാൻ പറ്റുമെങ്കിൽ അതും ആവാം, മോളിക്ക് പറയാൻ പറ്റുക അതും ആവാം. സർവത്തിലും. ഒരു കറുകൈയുടെ നെറുകയിലെ ഒരു മഞ്ഞുതുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യൻ എന്ന പോലെ. കറുകപ്പുലി കണ്ടിട്ടില്ലേ? ഇതിലിങ്ങനെ പുൽത്തേൻ കണ്ടില്ലേ? അതിലൊരു സൂര്യൻ തിളങ്ങുണ്ടാവില്ലേ? ഇതുപോലെ സർവത്തിലും വിളങ്ങുന്നവനാണ് ഭഗവാൻ. എല്ലാറ്റിലും ആരിയിരിക്കുന്നുണ്ട്? സർവഭൂതങ്ങളിലും. ഭൂതം ഭവിച്ചത്, ഉണ്ടായത്. ഇപ്പൊ സർവത്തിലും ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലായി. അടുത്ത ഘട്ടത്തിൽ ഏതിലേക്കാ വരുന്നത്? സർവത്തിലും ഇരിക്കുന്നവനാണോ ഭഗവാൻ? അതെ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞവരാ. ഭഗവാനിൽ എല്ലാം ഇരിക്കുന്നു. അടുത്ത ഘട്ടത്തില് നമ്മളൊക്കെ എവിടെയാ? ഉണ്മയാണ് അതിന്റെ അടിസ്ഥാനം. അതാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നിൽ താനായി തന്നെ അറിയുമ്പോ, തന്നിൽ താനായി തന്നെ അറിയുമ്പോ സർവത്തിലും അതിനെ തന്നെ കാണുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ശ്ലോകത്തിലേക്ക് പോവാം. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന സുഖം വായതി വാ ദുഃഖം സയോഗി പരമോ മദഃ. അപ്പൊ യാതൊരാളാണോ ആത്മൗപമ്യേന തന്നോട് തുല്യമായിട്ട് സർവത്തിലും എല്ലാറ്റിലും സമമായതിനെ. ഇവിടെയൊക്കെ സംശയങ്ങൾ ധാരാളം വരും. അതിനുള്ള അവസരം ഇവിടെ ഉണ്ടാവും. അത് തീർത്തു പോകണം. സ്വാമിജി അത് ഭാഷ്യത്തിൽ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സ്വാമിജി കൊടുക്കുന്നത് ഈ സംശയ നിവൃത്തിക്കാണ്. അത് നന്നായിട്ട് ഉപയോഗിച്ചാലേ അത് മനസ്സിലാവുള്ളൂ ഈ ശ്ലോകം, അല്ലാതെ മനസ്സിലാവില്ല. അപ്പൊ എല്ലാറ്റിലും സമമായതിനെ കാണുന്നുവോ, സുഖമാവട്ടെ ദുഃഖമാവട്ടെ, ആ യോഗി പരമൻ എന്നാ പറഞ്ഞത്. പരമൻ എന്ന് പറഞ്ഞാൽ അയാൾ ശ്രേഷ്ഠനാണ് എന്ന് അയാളുടെ അതിനെ പുകഴ്ത്തുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അപ്പോ സാധാരണ ജീവിതത്തില് അവനവന്റെ സുഖം അവനവന്റെ ദുഃഖം അതൊക്കെ അവനവനെ സംബന്ധിച്ച് ബാധിക്കുന്നതാണ്. അത്ര അങ്ങോട്ട് മറ്റുള്ളവരുടെ സുഖവും മറ്റുള്ളവരുടെ ദുഃഖത്തിലൊന്നും നമുക്ക് സാധിക്കില്ല കാണാൻ. അപ്പൊ തൻ്റെ സുഖം പോലെ തന്നെയാണ് മറ്റൊരാളുടെ സുഖമെന്നും തൻ്റെ ദുഃഖം പോലെ തന്നെയാണ് മറ്റൊരാളുടെ ദുഃഖമെന്നും ഒക്കെ വിചാരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആത്മൗപമ്യേന സർവത്ര, തന്നിൽ താനായി വിളങ്ങുന്ന ആ ചൈതന്യം തന്നെയാണ് സർവത്തിലും കുടികൊള്ളുന്നത് എന്നുള്ള ഉറച്ച ബോധം വേണം. അപ്പോ ഒരു സംശയം വരില്ലേ? അപ്പൊ പട്ടീനെ പിടിച്ച് കിടക്കെ കൊണ്ടുവന്ന് കിടത്തണോ? എല്ലാം സമല്ലേ? എന്താ അഭിപ്രായം? സർവത്തിലും സമാണെങ്കിൽ ഇതിനു മുമ്പൊരു ശ്ലോകം ഇല്ലേ? കഴിഞ്ഞ അധ്യായത്തിലെ ഏതൊരു ശ്ലോകം? വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി
ശുനി ചൈവ ശോഭാകേച്ച പണ്ഡിത സമദർശിന. ആ ശ്ലോകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സർവത്തിനും ഒന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എന്താവും? ഉപാധി ഭേദമുണ്ട്. വിശപ്പിൽ മാത്രമല്ല, ഉപാധി ഭേദമുണ്ട്. ജീവന്റെ പ്രകടീകരണത്തിൽ ആനയിലും ഉറുമ്പിലുമുള്ള ജീവന് വ്യത്യാസമുണ്ട്. ജീവന്റെ പ്രകടീകരണത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ചൈതന്യമേകമാണെന്ന് അവിടെ പറഞ്ഞത്. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. ചൈതന്യമേവ ചൈതന്യം. അതാണ് നേരത്തെ പറഞ്ഞ ഒരു കറുകയുടെ നെറുകയിലെ ഒരു മഞ്ഞുതുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യൻ എന്ന പോലെ സർവത്തിലും പ്രകാശിക്കുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. അപ്പൊ ചൈതന്യത്തെ കാണുന്നവൻ തന്നിൽ കാണുന്നത് തന്നെയാണ് സർവത്തിലും കാണുന്നത്. അല്ലാതെ ആനയിലും ഉറുമ്പിലും ജീവന്റെ പ്രകടീകരണത്തിൽ ഭേദമുണ്ട്. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തന്നിൽ താനായി കുടികൊള്ളുന്ന അത് തന്നെയാണ് സർവത്തിലും അതായി നിലകൊള്ളുന്നത്. സർവത്തിലും അതിനെയാണ് നമ്മൾ ശരിക്കും വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടത്. ഈ ഏകത്വ വീക്ഷണം, നാനാത്വത്തിൽ ഏകത്വം. നാനാത്വത്തിൽ നമ്മൾ കാണുന്നുണ്ട് പലതായിട്ട്. ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്ന് മാത്രമുണ്ട്, ഇങ്ങനെ കാണുന്നു. ഒന്നുപോലെ മറ്റൊന്നില്ല. ആധാർ കാർഡ് നോക്കിയാൽ പോരെ, കണ്ണിന്റെയൊക്കെ ഫോട്ടോ എടുത്തില്ലേ? ഒന്നുപോലെ ഒന്നുണ്ടായാൽ തെറ്റൂലേ? അത് തീർത്തും വിഭിന്നങ്ങളല്ലേ? ഏത് ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്ന് മാത്രമുണ്ട്, ഇങ്ങനെ കാണുന്നു. ഒരാളെപ്പോലെ മറ്റൊന്നില്ല, തീർത്തും വിഭിന്നങ്ങളാണ്. അതിലൊന്നുണ്ട്. ആ ഒന്നുള്ളത് കൊണ്ടാണ് എല്ലാം ഉള്ളതായി തീരുന്നത്. ഞാനുണ്ട്, നിങ്ങളുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കുറുക്കനുണ്ട്, ഈ ബിൽഡിംഗ് ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, പുസ്തകമുണ്ട്. എല്ലാറ്റിലും എന്തുണ്ട്? ഉണ്ട്. ഉണ്മയുണ്ട്. ആ ഉണ്ട് അതില്ലാതാവില്ല. ഏതൊന്ന് ഉള്ളത് കൊണ്ടാണോ എല്ലാം ഉള്ളതായി തീരുന്നത്, അതാകുന്നു അത്. അപ്പൊ തിരിച്ചൊരു ചോദ്യം വന്നാൽ, യാതൊന്ന് ഇല്ലാതായാലാണോ എല്ലാം ഇല്ലാതാവുന്നത്? അങ്ങനെ പറയരുത്. എന്തുകൊണ്ട്? 2-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം കൊണ്ട് നിർണയിച്ചിട്ടുണ്ട്. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഹ ഉഭയോരപി ദൃഷ്ടോന്തസ്തനയോ തത്വദർശിഭിഹി. അപ്പൊ ഉണ്മയ്ക്ക് നാശമില്ല. അപ്പൊ യാതൊന്ന് ഇല്ലാതായാൽ എല്ലാം ഇല്ലാതാവുന്നു എന്നുള്ള പറയാൻ പാടില്ല. കാരണം ഉണ്മയ്ക്ക് നാശമില്ല. ഉള്ളത് എന്നും ഉണ്ട്, ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുള്ളത് കൊണ്ടാണ് എല്ലാം ഉള്ളതായി തീരുന്നത്. ആ ഉണ്മയ്ക്ക് പറയുന്ന പേരാണത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വേറൊരു സംശയം വരും. എന്താന്ന് വെച്ചാല്, അങ്ങനെ അതറിഞ്ഞ ഒരു യോഗയ്ക്കോ ഒരു തത്വജ്ഞാന തലത്തിലെത്തിയ ഒരാൾക്ക് പിന്നെ സുഖം ദുഃഖമൊക്കെ ഉണ്ടാവുമോ? സുഖം വന്നാലും ദുഃഖം വന്നാലും മാനം വന്നാലും അപമാനം വന്നാലും നിന്ദ വന്നാലും സ്തുതി വന്നാലും ചൂട് വന്നാലും തണുപ്പ് വന്നാലും പൂജ വന്നാലും പരിഭവം വന്നാലും ഒക്കെ സമല്ലേ? കാറൊളി ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, താരക മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം. അല്ലേ? പൂജിച്ചാലും നല്ലത്, നിന്ദിച്ചാലും നല്ലത്, അങ്ങനെയല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്ന എന്താ? അങ്ങനെയുള്ള ആള് മറ്റുള്ളവരുടെ സുഖം തൻ്റെ സുഖം പോലെ കാണുന്നു, മറ്റുള്ളവരുടെ ദുഃഖം തൻ്റെ ദുഃഖം പോലെ. അപ്പൊ അതെങ്ങനെയാ ശരിയാവുക? അതാണ് ഇവിടെ സംശയം. അപ്പൊ അയാൾക്ക് സുഖവും ദുഃഖ ദ്വന്ദ്ങ്ങൾക്ക് ദ്വന്ദ്വാതീതനല്ലേ? ദ്വന്ദ്വമല്ലേ ഈ ലോകം? ഇവിടെ ഒരു സംശയം വരില്ലേ? അപ്പൊ സംശയം എഴുതി വെച്ചിട്ട് സ്വാമിജിയോട് ചോദിച്ചേക്കും. അത് എന്താന്ന് വെച്ചാല്, പരമാർത്ഥത്തിൽ ഇരുന്നു കൊണ്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കണം. അല്ലാതെ
രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചാൽ കുഴപ്പമാവും. ചോദിച്ചേക്കൂട്ടോ, അത് നിർണയം വരുത്തേണ്ട ആവശ്യമാണ്. കാരണം സർവശാസ്ത്രങ്ങളും ഉദ്ഘോഷിക്കുന്നത് മാത്രമാണ് ദ്വന്ദ്വാതീത സ്ഥിതിയിലേക്കാണ്. അങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് അതെ, അത് ചോദിക്കണ്ടേ? അതെ അതെ, ദ്വൈതത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം മഹാത്മാവും നമ്മളൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം എന്ന്? അതെ, അതൊന്ന് ചോദിച്ചേക്കൂ, ഒരു നിർണയം വരുമല്ലോ. നമ്മളെ നിഗമനങ്ങളൊക്കെ നല്ലതാണ്, ചർച്ച വയ്ക്കണതിനല്ലേ. ചർച്ചയിൽ നിഗമനങ്ങൾ വരണം, അവനവൻ്റെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യണം. പക്ഷേ അതൊരു നിർണയം ചെയ്യാൻ അതിനാണല്ലോ സംശയ നിവാരണം വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒപ്പിച്ചിട്ട് ഒന്നുകൂടി ഉറപ്പിക്കാനാവും. ഈ തൂണ് നാട്ടുന്ന ന്യായം പോലെ അതെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നല്ല കുഴി കുഴിച്ചിട്ട് അത് നാട്ടും, മറ്റൊന്ന് എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം ആഞ്ഞ് തറയ്ക്കും, പിന്നെ അത് ഇളക്കി പറയ്ക്കും. പറയ്ക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ തറച്ച് തയ്ക്കില്ലേ, എന്നാലും വീണ്ടും പറയ്ക്കും, വീണ്ടും തറയ്ക്കും, വീണ്ടും പറയ്ക്കും, വീണ്ടും തറയ്ക്കും, അങ്ങനെ അവസാനം ഉറയ്ക്കും. ഇതുപോലെയാ, അല്ലാതെ പോയി കേട്ടോരന്നെയാവുമല്ലോ പടി കേട്ടിരിക്കുന്നത്. ഇതാണ് ശാസ്ത്രത്തിന്റെ പണി. കേട്ടതന്നെ കേൾക്കണം. എന്നാണോ ഉറയ്ക്കണത് അതുവരെ. അതുകൊണ്ട് ഇവിടെ ചൈതന്യ വിശേഷമാണ്, സർവത്തിലും കുടികൊള്ളുന്നതാണ് ഭഗവാൻ. അത് രണ്ടില്ല, രണ്ടുണ്ടെങ്കിൽ രണ്ടുണ്ടെങ്കിൽ ശരിയാ, രണ്ടുണ്ടാവുമോ? അപ്പൊ ഈശ്വരൻ എത്രയാ? എത്ര ഈശ്വരൻ ഉണ്ട്? ഒന്നേ ഉള്ളൂ? ഒന്നുണ്ടോ? അപ്പൊ ഇപ്പോഴേക്കെന്താ മാറിപ്പോയി, കുറച്ച് സമയം കൊണ്ട് മാറിപ്പോയി. എന്താണോ ഉള്ളത് അതല്ലേ അവിടെ ഈശ്വരൻ എന്നുള്ള പദം തന്നെ വരുന്നത്. ഈശ്വരൻ ചെയ്യാൻ ഒരു ജഗത്തുള്ളപ്പോഴേ ഈശ്വരൻ എന്നുള്ള പദം യോജിക്കൂ. ഈശ്വരൻ എന്നുള്ള പദം ഒന്ന് നീ ചിന്തിച്ചു നോക്കൂ. ഈശനം യത് കരോതി ഇത് ഈശ്വരൻ. ഈശ്വരൻ ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. അപ്പൊ നിയന്ത്രിക്കുന്നതിന്റെ ഈ ജഗത്തുള്ളപ്പോഴല്ലേ, അതിന് ആപേക്ഷികമായ ശബ്ദമല്ലേ അത്. ആ ഈശ്വരൻ എത്രയുണ്ട്? ജഗതീതി ജഗത്ത് എന്നാ, ചലനാത്മകമായതേതോ പ്രപഞ്ചം എന്ന് പറഞ്ഞിട്ടില്ല. ചലിക്കുന്നതിന് മുഴുവൻ ചലിക്കാത്ത ഒരടിസ്ഥാനം കൂടിയേ തീരൂ. വാഹനങ്ങൾ ഓടണം എന്നുണ്ടെങ്കിൽ ഓടാത്തൊരു പ്രതലം കൂടിയേ തീരൂ. ചലനം ആപേക്ഷികമാണ്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ട്. അസ്തി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതേ, അത് ചലനല്ലേ. അത് ചലിക്കണമെങ്കിൽ എന്ത് വേണം? ചലിക്കാത്തൊരടിസ്ഥാനം കൂടിയില്ലേ? അതെ, വ്യവഹാരത്തിലോ. അതാ പറഞ്ഞ വ്യവഹാര തലം പാരമാർത്ഥിക തലവും രണ്ടും രണ്ട്. പരമാർത്ഥത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കണം. ഒരു കഥ ഓർമ്മ വരിക. എന്താ കഥ എന്ന് വെച്ചാല്, ഒരു ഗുരുനാഥനിടുന്ന് കുറച്ച് ശിഷ്യന്മാര് പഠിച്ചു അത്രേ. എല്ലാറ്റിലും നാരായണനെ കണ്ടോളൂ. അങ്ങനെ എന്തിനെ കാണുമ്പോൾ ഇയാൾ നാരായണ എന്ന് പറഞ്ഞ് നമസ്കരിക്കും. അങ്ങനെയാണ് ഒരു ആനപ്പുറത്തൊരു നാരായണൻ വരുന്നുണ്ട്. മാറിപ്പോവാൻ സ്ഥലമില്ല. അപ്പൊ ഗുരുനാഥൻ പഠിപ്പിച്ച എന്താ? സർവത്തിലും സമഭാവന, നാരായണനെ കണ്ടോളൂ. അപ്പൊ ഇയാള് എന്ത് ചെയ്തു? നമസ്കാരം. അപ്പൊ ആനപ്പുറത്തുള്ള നാരായണൻ പറയണ്ട, മോനെ മാറിക്കോ, ആന കുറച്ച് ഇടഞ്ഞുകൊണ്ടാണ്. ആന കുറച്ച് ഇടഞ്ഞുകൊണ്ട്. എന്നെ ഗുരുനാഥൻ പഠിപ്പിച്ച അങ്ങനെയാ. അതുകൊണ്ട് ഞാൻ നാരായണനായിട്ട് നമസ്കരിച്ചു. ആന എടുത്തിട്ട് ഒരു ഏറ് കൊടുത്തു. ഭാഗ്യം കൊണ്ട് ഒരു ഓടയിൽ കടന്ന് ഞെരിഞ്ഞ് മുകളിന്ന് കണ്ടപ്പോ ഗുരുനാഥനും മറ്റു ശിഷ്യന്മാരും ആ വഴിക്ക് വരുമ്പോ ചോദിക്കുക, എന്തു പറ്റിയടോ? എന്റെ കുഴപ്പമല്ല, അങ്ങ് പഠിപ്പിച്ച കുഴപ്പാ. എന്താ അങ്ങനെ എല്ലാറ്റിലും നാരായണനെ കണ്ട് നമസ്കരിക്കാൻ പറഞ്ഞ് ഞാൻ നാരായണനെ കണ്ട് നമസ്കരിച്ചു. അപ്പോഴാ ഗുരുനാഥൻ ചോദിക്കണത്, നീ ആനയിൽ നീ നാരായണനെ കണ്ടു, ആനപ്പുറത്തുള്ള നാരായണ വല്ലതും പറഞ്ഞേന്നോ? അതിനാണ് ഈ സാധനം. അതാണ് മനുഷ്യന്റെ പ്രത്യേകത.
ഇല്ലെങ്കിൽ നമ്മളെന്താവും എന്നറിയോ? എന്താവും? ബാക്കി ഊഹിച്ചാൽ മതി. എല്ലാറ്റിലും നാരായണനെ കാണണം. പക്ഷെ അവിടെ മിണ്ടാൻ വയ്യാത്ത ആനയിൽ നാരായണനെ കണ്ടു. മിണ്ടാൻ വയ്ക്കുന്ന നാരായണൻ മാറിപ്പോന്ന് പറഞ്ഞത് കേൾക്കും ചെയ്യില്ല. എല്ലാ നാരായണനാണ് അതും കേൾക്കണ്ടേ? അതുപോലെ നമ്മളെ ജീവിതത്തിൽ വരുന്ന ഓരോ ഘട്ടങ്ങളിലും ഒന്ന് മാത്രം കണ്ടാൽ പോരാ, എല്ലാറ്റിലും. മനസ്സിലായില്ലേ? എല്ലാറ്റിലും നാരായണനെ കാണണം. അത് വേർതിരിച്ചറിയാൻ ഇത് മുഴുവൻ പഠിപ്പിക്കുന്ന നമ്മളെ വേർതിരിച്ച് പഠിപ്പിക്കാൻ, അല്ലാതെ ആർക്കും ഈ ഉണ്മയെ കുറിച്ച് ഞാൻ ആരാണെന്നാ എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് തന്നെ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെയും ഏറ്റവും കൂടുതൽ ജപിക്കണം മന്ത്രം ഏതാ? ഓം നമോ നാരായണ, ഓം നമ ശിവായ, അമ്മേ നാരായണ ദേവി. ഇതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ജപിക്കുന്നത് ഏതായിരിക്കും? ഞാൻ 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 ആരാന്ന് അറിയില്ലേ? കൊച്ചു കുട്ടിക്ക് പോലും അറിയാം എൻ്റേതൊന്നും ഞാനല്ല. കയ്യിനെ തൊട്ടാ പറയും എൻ്റെ കയ്യിനല്ലേ തൊട്ട എന്നെ തൊടുന്നേ. കാലിന് തൊട്ടാ പറയും എൻ്റെ കാലിനല്ലേ തൊട്ട എന്നെ തൊടൂ. ആരായി ഞാൻ? ഇത് കൊച്ചുകുട്ടിക്ക് പോലും അറിയില്ല. എൻ്റെ പുസ്തകം, എൻ്റെ പെന്ന്, എൻ്റെ ഫോണ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്നിൽ നിന്ന് അന്യമായവയാണ്. അത് ഞാനല്ല എന്ന് കൊച്ചുകുട്ടിക്ക് പോലും അറിയില്ലേ? എന്നാ പിന്നെ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളോട് ഇരിക്കുവോ? അപ്പൊ അറിവില്ലാത്തവരല്ല നമ്മളാരും. പക്ഷെ തിരിച്ചറിവില്ല. ഈ തിരിച്ചറിവാണ് നമുക്ക് തരുന്നത്. എന്താ തിരിച്ചറിവില്ല എന്നുള്ളതിന്റെ തെളിവ്? ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്നല്ല പറയുന്നത്, ഞാൻ കണ്ടു എന്നാ. അപ്പൊ ആരാ കണ്ടത്? ഞാനാ. അപ്പൊ ശരീരവും ഈ ശരീര സംഘാതങ്ങളുമായിരിക്കുന്ന അംഗങ്ങളൊക്കെ കൂടിയിട്ട് ഒന്ന് കൂടിച്ചേർന്നിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ആത്മാവ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കലർപ്പോട് കൂടിയിട്ട്. കലർപ്പില്ലാതെ പഠിപ്പിക്കുകയാണ്. ആ തിരിച്ചറിവാണ് ഇവിടെ തരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയപ്പെടുന്ന ആളാരാ? ഭഗവാനെയാ. ആര്? ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? ഭാര്യ, ഭർത്താവോ, കുട്ടിയൊക്കെ അടുത്തുണ്ടെങ്കിൽ പറയാൻ മടിയുണ്ടാവും. പിന്നെ വീട്ടിലേക്കല്ലേ ചെല്ലാനുള്ളത്. പക്ഷേ പരമാർത്ഥം പറഞ്ഞാൽ എന്തായിരിക്കും? ആരോടാ ഏറ്റവും ഇഷ്ടം? അതെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭാവമാണ് നേരത്തെ പറഞ്ഞത്, സർവത്തിലും സമഭാവന. വ്യവഹാരത്തിൽ പാപ്പരാവാനല്ല. മഹാഭാരതം, 18 പർവങ്ങളുള്ള മഹാഭാരതം, അതിൽ 6ാം പർവമായ ഭീഷ്മപർവത്തിലെ 25ാം അധ്യായം മുതൽ 42 കൂടിയുള്ള 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയപ്പെടുന്നത്. അല്ലേ? സ്വതന്ത്ര ഗ്രന്ഥമല്ല, മഹാഭാരതത്തിന്റെ ഭാഗമാണ്. ആ മഹാഭാരതത്തിന്റെ ആറ്റിക്കുറുക്കിയ മഹത്വം ഭാരവത്വമായ മഹാഭാരതം, ആ മഹാഭാരതം ആറ്റിക്കുറുക്കിയ ഒരു സന്ദേശം ഇവിടെ ഉണ്ട്, ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വൈതധവധാര്യതാം ആത്മന പ്രതികൂലാനി പരേഷാന്ന സമാചരേത്. പഠിച്ചില്ലേ? പഠിച്ചോ? ഈ ഭാവം വന്നാൽ അങ്ങനെ ഉണ്ടാവും. അതെ. എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ മറ്റൊരാളോട് ചെയ്യില്ല. ഇന്നിപ്പോ നമ്മളെ ലോകത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ, ചുറ്റുപാടിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. തൻ്റെ സുഖത്തിനായിക്കൊണ്ട് ആരെന്ത് ചെയ്താലും നമുക്കൊരു പ്രശ്നമല്ല. തൻ്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ കൊല്ലാനും തയ്യാറാണ്. നിരന്തരം കേൾക്കുന്നതല്ലേ? അതിനുവേണ്ടി മറ്റൊന്നിനെ നശിപ്പിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. ഇനി വേറൊരു തലത്തില്, ഇപ്പോ ആ ഒരു തലത്തിൽ എത്തിയൊരു മഹാത്മാവിന്റെ തലത്തിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊക്കെ പറയാറുണ്ട്, ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു സന്യസിച്ചു പോയി, ഉപേക്ഷിച്ചു പോയി, അമ്മയെ ഉപേക്ഷിക്കുന്നവരാണ്, അച്ഛനെ ഉപേക്ഷിക്കുന്നവരാണ്, നാട് ഉപേക്ഷിക്കുന്നവരാണ്. തെറ്റ്. ഉപേക്ഷിക്കലല്ല സന്യാസം സ്വീകരിക്കല. എങ്ങനെ? എൻ്റെ അമ്മ വഴിയിൽ വീണ് കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യും?
അപ്പുറത്തും ഇപ്പുറത്ത് ആളുണ്ടോ, കൊണ്ടുപോയാൽ വല്ല പൊല്ലാപ്പ് ഉണ്ടാവുമോ എന്ന് ഞാൻ ചിന്തിക്കുമോ? ഞാൻ വേഗം എടുത്ത് ആശുപത്രി കൊണ്ടുപോകും, ശുശ്രൂഷിക്കും. ഒരു സംശയം അവിടെ ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളുടെ അമ്മയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ആലോചിക്കാൻ തുടങ്ങും, ഇനിയിപ്പം ഞാൻ അത് കൊണ്ടുപോയാൽ മക്കൾ വല്ലതും പറയോ, അവരെന്ത് വിചാരിക്കും, ഞാനായിട്ട് ഇപ്പം ഇത് ചെയ്യണോ, എന്തൊക്കെ ആലോചിക്കും. അതെന്തുകൊണ്ടാ? അത് ഇതെൻ്റെ, മറ്റത് നിന്റെ. ഈ എൻ്റെയും നിന്റെയും പോയ എന്തായി? കൊളുത്ത് പോയി. കൊളുത്ത്, ആ കൊളുത്തിലാണ് നമ്മളുള്ളത്. ഇനി എൻ്റെ സഹോദരിയോട് ഒരാൾ അപമര്യാദയായി പെരുമാറി വിചാരിക്കുക, ഞാൻ ആരാവും? ഞാൻ സഹോദരനാവും, ചോദ്യം ചെയ്യും. മറ്റൊരാളുടെ സഹോദരിയോട് ഞാൻ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? അപമര്യാദ. എന്തുകൊണ്ട്? അത് അവൻ്റെ, ഇതെൻ്റെ. ഇതല്ലേ നമ്മൾ ലോകത്ത് കാണുന്നത്? അപ്പൊ ഇതറിഞ്ഞ ഒരാളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ അത് അറിയണോ, അറിയണ്ടേ? ഇതൊക്കെ ഇവിടെ ഉണ്ടായെന്ന് ഇരിക്കെ നമ്മുടെ ഇന്നത്തെ സനാതനധർമ്മത്തിന് വന്ന സർവദോഷങ്ങൾക്കും കാരണം ഈ ശാസ്ത്ര പഠനം നമ്മളിൽ നിന്നില്ലാതെ പോയതാണ്. ജാതിയുടെ പേരില്, ഉച്ചനീചത്വങ്ങളുടെ പേരില് തൊട്ടുകൂടായ്മ, തേണ്ടിക്കൂടായ്മ, ഇതൊക്കെ ഇവിടെ ഉണ്ടായി നൽകുന്ന ആലോചിക്കാൻ പറ്റുമോ നമുക്ക്? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിച്ച ഒരു ശാസ്ത്രം നോക്കൂ. എന്നിട്ട് അവിടെയോ ഇന്ന് ഉണ്ടോ എന്നുള്ളതല്ല, നമ്മളെ ഈ സനാതനധർമ്മത്തെ ഇത്രയും നശിപ്പിച്ചതിൽ മുഖ്യ പങ്ക്, മതപരിവർത്തനത്തിന് വരെ കാരണമാക്കിയത് നമ്മുടെ ശാസ്ത്രത്തെ നമ്മൾ തിരിച്ചറിയാതെ പോയതല്ലേ? ഇന്നും അതിൻ്റെ ബാക്കി പത്രം നടക്കുന്നില്ലേ? ചിന്തിച്ചു നോക്കൂ. അടുത്തിരിപ്പോരനിയനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം? ഈ സമത്വം നമ്മൾ പഠിച്ചിരുന്നു എങ്കിൽ മനുഷ്യന്മാരിൽ തന്നെ ഈ ഭേദം ഉണ്ടാവുമായിരുന്നോ? ആവണ്ടേ? മനുഷ്യൻ അതില് നമ്മൾ യുക്തിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ശാസ്ത്രമാണ്. യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാദപി അന്യൽ തൃണമിവത്യാജ്യം അപ്യുക്തം പത്മജന്മനാന്ന് മറക്കരുത്. യുക്തിയുക്തമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ പ്രത്യേകത വിശേഷ ബുദ്ധിയാണ്, അല്ലാതെ ഒന്നുമല്ലല്ലോ. ആ മനുഷ്യന്മാരിൽ തന്നെ പലതിൻ്റെ പേരിൽ ഏതെങ്കിലും ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ തിരിച്ച്? ഏതെങ്കിലും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ വിവേകാനന്ദ സ്വാമികളൊക്കെ ആ കാലത്ത് പറഞ്ഞു. ഇന്നും അത് മാറിയിട്ടുണ്ടോ പൂർണ്ണമായിട്ട്? ദരിദ്രരും ദുഃഖിതരും ക്ഷീണിതരും വ്രതിതരുമായവരെ പൂജിക്കുകയാണ് എൻ്റെ മതം. എന്നെ തുടരുത്, മാറിപ്പോ എന്നുള്ള നിങ്ങളുടെ മന്ത്രവും ചോറ്റുപാത്രം നിങ്ങളുടെ പൂജാവിഗ്രഹവും ആവുന്ന കാലത്തോളം ഭ്രാന്താശുപത്രികൾ പണി കഴിപ്പിക്കേണ്ടി വരും. എത്ര കാലമായി പറയൽ തുടങ്ങിയിട്ട്. ഇതൊക്കെ ഏതിൽ നിന്നാണ് അവർ പറഞ്ഞത്? ഏതിലിരുന്നു കൊണ്ട? ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക ഉള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും അരുൾ അൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി മന്ത്രം. ഏതാണ് ആ നവാക്ഷരി? ആ നവാക്ഷരി ഏതാ? ബാക്കി മന്ത്രങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ എന്നാ പറഞ്ഞത്. നിങ്ങൾ ഈ മന്ത്രം എപ്പോഴും ഉള്ളിൽ ഓർക്കണം. ഏതാ നവാക്ഷരി മന്ത്രം? ഏതാണ്? ഏതാ നവാക്ഷരി മന്ത്രം? പറയൂ. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ അനുകമ്പാദശകത്തിൽ ഈ പറയപ്പെട്ട നവാക്ഷരി മന്ത്രം ഏതാണെന്നറിയോ? സുലളിതമാണ് ആ മന്ത്രം, എല്ലാവർക്കും എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. അത് ഓർമ്മിച്ചാൽ മതി. ഏതാണ് ആ മന്ത്രം? നോക്കൂ. 9 അക്ഷരം ഉണ്ട് ആ മന്ത്രത്തില്. മറക്കരുത് അത് ഒരിക്കലും. ബാക്കി ഏത് മന്ത്രം പറഞ്ഞാലും ഇത് മറക്കരുത്. ആർക്കും അറിയില്ല? എന്നാ എണ്ണിക്കോളൂ. ആ രു ളു ള വ
നാണു ജീവി. എത്ര അക്ഷരമുണ്ട്? അരുളുള്ളവനാണു ജീവി. എത്ര അക്ഷരമുണ്ട്? അതാണ് ആ മന്ത്രം. അരുള്, അറിവ്. ഏതറിവ്? ഈ ഉണ്മയെക്കുറിച്ച് ആർക്കറിവുണ്ടോ? സർവത്തിലും സമമായി വിളങ്ങുന്ന ചൈതന്യം ഏകമാണെന്ന് ആരറിയുന്നുവോ ആ അറിവുള്ളവനാണ് ജീവി. ജീവി എന്ന് പറഞ്ഞാൽ ജീവപ്രാണധാരണേ എന്നാണ് ധാത്വർത്ഥം. അല്ലാത്തവരൊക്കെ പ്രാണം പോയവരാണ്. ചത്തതിനൊക്കും ജീവിച്ചിരിക്കലെന്ന്. നമ്മൾ മനുഷ്യനെന്ന് പറയാൻ യോഗ്യരല്ല എന്നർത്ഥം. മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? പ്രാണനെ ധരിച്ചുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കണത്. പ്രാണൻ പോയാൽ നമ്മൾ ഇവിടെ ഇരിക്കുവോ? അതുകൊണ്ട് നമ്മൾ ജീവി എന്ന് പറയാൻ യോഗ്യരാവണമെങ്കിൽ, മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഈ മന്ത്രം ഓർമ്മിക്കണം എന്ന്. അരുളുള്ളവനാണു ജീവി എന്നൊരുവിട്ടിടുക ഈ നവാക്ഷരി. അറിവുണ്ട്. ഏതറിവുണ്ടാവണം? ഈ സർവത്തിലും വിളങ്ങുന്ന ഭഗവാനെ, സർവത്തിലും കുടികൊള്ളുന്ന ഭഗവാനെ. ആത്മൗപമ്യേന സർവത്ര. അങ്ങനെ വരുമ്പോ എല്ലാവരുടെയും സർവത്തിൻ്റെയും സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോ മതഃ. അപ്പൊ എങ്ങനെ എത്തും അതിലേക്ക്? അതിനെത്താനാണ് പ്രാഥമിക തലം മുതലുള്ള അനുഷ്ഠാനം തുടങ്ങി അവസാനം നമ്മൾ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ, ആ തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അടുത്ത ശ്ലോകങ്ങളിലൂടെ അത് പറയുന്നുണ്ട്. അതെടുക്കുന്നവർ പറയും. ആത്മാ ജീവഭാവത്തിൽ പ്രകാശിക്കുന്നു. ഇപ്പൊ ജീവൻ, വാസ്തവത്തിൽ ആത്മാവ് ജീവൻ എന്നുള്ള രണ്ടില്ല. അത് വിചാരിച്ച ഇനി കൊടട്ടുടക്കേണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. മരിച്ചിട്ട് കണ്ടില്ലേ കൊടട്ടുടക്കുന്ന പരിപാടിയൊക്കെ അല്ലേ. കുടത്തിലുള്ളത് കണ്ടിട്ട് ഉടയ്ക്കുമ്പോൾ അത് എന്ത് ചെയ്തു? ഘടാകാശത്തിലുള്ളത് മഹാകാശത്തിൽ പോയി ലയിക്കൂലേ? എനിക്കറിയില്ലേ. ജീവാത്മാവ് പരമാത്മാവിൽ പോയി ലയിക്കുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ പിതൃകർമ്മം ഒന്നും വേണ്ടാന്നാവോ? വിപരീതാവരുതേ. അങ്ങനെ ഈ തെങ്ങുംപട്ട പാകമായാൽ കമ്പക്കയറിട്ട് കെട്ടിവെച്ചാലും അത് തെങ്ങുമായുള്ള ബന്ധം വിച്ഛേദിക്കും. പാകമായിട്ടില്ലെങ്കിൽ ആനനെ കൊണ്ട് പിടിച്ചു വലിപ്പിച്ചാലും അത് മാതൃവൃക്ഷത്തെ ഉണക്കും. ഇതൊന്നും ബുദ്ധിതലത്തിൽ മാത്രം കേട്ട് അറിഞ്ഞ് മാത്രം നമ്മുടെ ആചരണങ്ങളൊന്നും നിർത്തരുത്. എന്നാണോ കായഭാഗമായി പൂവ് കൊഴിയുന്നത്, അതുപോലെ പിന്നെ ഞാൻ ആര് പറഞ്ഞാലും ചെയ്യൂല. ഒഴിവാക്കാനൊന്നുമില്ല, ഒഴിവാക്കരുത്. അതെ, കൊഴിഞ്ഞു പോണം. കൊഴിച്ചു കളയരുത് മൂപ്പാവാതെ. അത് സംഘർഷത്തിന് ഹേതുവാകും. ഈ ശ്ലോകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മ എപ്പോഴും വേണം. ഇല്ലെങ്കിൽ കുഴപ്പമാവും. എൻ്റെ ശരീരത്തിലെ ചില അവയവങ്ങൾ എനിക്കിഷ്ടമാണെന്നും ചില അവയവങ്ങൾ എനിക്കിഷ്ടമല്ല എന്നും വരുമോ? എങ്കിൽ ആ ഒരു സമഷ്ടി വ്യക്തിത്വമായിട്ടൊന്ന് എടുക്കൂ ഭഗവാനെ. അതിൻ്റെ വിവിധ അവയവങ്ങളാണെന്ന് എടുക്കൂ സർവവും. ഇതൊക്കെ ഒരു ഏകദേശ രൂപം നമുക്ക് തരാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റിയേയില്ല. അപ്പോ സർവവും എന്തായിരിക്കും? ഒരേ ഒരു ഭഗവാന്റെ വിവിധ അംഗങ്ങളാണ്. ആ ഒരു തലത്തിൽ നമ്മൾ ഒന്ന് വിചാരം ചെയ്തു നോക്കുക. അപ്പൊ അന്യൻ നിന്നോട് എപ്രകാരം പെരുമാറുമെന്ന് നീ ഇച്ഛിക്കുന്നുവോ അപ്രകാരം നീ അവനോട് പെരുമാറുക. ഇതൊക്കെ ഒന്ന് ശരിക്കും വിചാരം ചെയ്താൽ മതി. വീട്ടിലെ കുടുംബകലഹങ്ങൾ കൂടി ഇല്ലാതാവും. ഭാര്യ പറയാ, ഞാൻ വിചാരിക്കുന്ന പോലെയാവണം എൻ്റെ ഭർത്താവ്.
ഭർത്താവും വിചാരിച്ചൂടെ ഞാൻ വിചാരിക്കുന്ന പോലെ ആവണം എൻ്റെ ഭാര്യ? ഒരാൾക്ക് അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ മറ്റേയാൾക്കും പറഞ്ഞൂടെ? അപ്പൊ എന്തായിരിക്കും പണി? അവിടെ തുടങ്ങും അടി. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ മറ്റേയാളും ചിന്തിക്കുന്നുണ്ട്. അയാൾക്ക് ചിന്തിക്കാനുള്ള അധികാരമുണ്ട്. സാധനം ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ മറ്റേയാളും ചിന്തിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി നോക്കൂ, ഒന്ന് വിചാരം ചെയ്തു നോക്കൂ. വിചാരേണ അന്യസാധന. ഈ വിചാരം കൂടാത്ത ഒരു സാധനങ്ങളെ കൊണ്ടും നമ്മൾക്ക് ലക്ഷ്യത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. വിചാരത്തിലേക്ക് എത്തിക്കാൻ പല പല വഴികൾ നമുക്ക് ശാസ്ത്രം തരും. വിചാരം ചെയ്യാൻ കഴിയണം. വിചാരം ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ തന്നെ സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ വിചാരം ചെയ്ത കഥ. ഒരാള് ഒരു കാളേനെ വാങ്ങിയിട്ട് അതിന്റെ കൊമ്പ് രണ്ടും കൂടി ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ്. അപ്പോ ഇയാൾ വിചാരിച്ചു ആ കൊമ്പിന്റെ ഉള്ളിൽ തലയിട്ടാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇയാൾ ഒരു ദിവസം പോയിട്ട് തലയിട്ടു. ആളാകെ പരിഭ്രമിച്ചിട്ട് ഇയാളെയും കൊണ്ട് ഓടിയിട്ട് ഒരുവിധം പരിക്കുപറ്റി രക്ഷപ്പെട്ടു. അപ്പൊ ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇത്ര ആലോചിക്കാതെ ഒരു പണിയെടുക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അപ്പൊ അയാൾ പറഞ്ഞു, അത് മാത്രം പറയരുത്, ഞാൻ ആ കാളേനെ വാങ്ങിയ കാലം മുതൽ ആലോചിക്കൽ തുടങ്ങിയതാ അതിനുള്ളിൽ തലയിട്ടാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ നമ്മളൊക്കെ വിചാരം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ വിചാരത്തിന്റെ ദിശ എങ്ങനെയായി പോകരുത്. ആ വിചാരത്തിന്റെ ദിശ ശരിയാക്കാനാ നമുക്ക് ഈ ശാസ്ത്രമൊക്കെ തരുന്നത്. ഇല്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. അതുകൊണ്ട് അപ്പൊ തനിക്ക് തുല്യം സർവചരാചരങ്ങളെയും കാണുന്നവൻ സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും സേവനത്തിൻ്റെയും ഒക്കെ മൂർത്തിയാണ്, കാണപ്പെടുന്ന ഭാവമാണ്, മൂർത്തിയാണ്. അപ്പോൾ ആ സമത്വദർശിയാണ് ഇവിടെ ഈ ശ്ലോകം കൊണ്ട് പുകഴ്ത്തപ്പെടുന്നത് എന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവുമോ? അതെ, ലക്ഷത്തിലൊന്നൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ആ യോഗാരൂഢനായ അങ്ങനെയുള്ള ഒരു മഹാത്മാവ്, അയാളെ സംബന്ധിച്ച് ഈ പറഞ്ഞതൊക്കെ അയാൾക്കൊരു പ്രത്യേകിച്ച് ഒരു കർത്തവ്യവും ഇല്ല. കർത്താവും ഇല്ല, ഞാൻ കർത്താവും അല്ല, ഒട്ട് കർമ്മവും അല്ല, ഞാനൊട്ട് ഭോക്താവും അല്ല. പക്ഷെ അപ്പൊ നമ്മളോ? അങ്ങനെയുള്ള ലക്ഷത്തിലൊന്ന് വരുന്ന ഒരു മഹാത്മാവിന് അങ്ങനെയാണ് പറഞ്ഞിട്ട് നമുക്കെന്താ കാര്യം? അവിടെയാണ് ഇവിടെ പറയുന്നത്, നമ്മളൊക്കെ ആരാണ്? നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്നും സാധനാനിരതനാവണം. സാധകൻ ആരാ? അതെ, പരിശ്രമിക്കുന്നവനാണ്. അത് പരിശ്രമിക്കാൻ ഇനി വേറെ എന്തെങ്കിലും അധികാരം വേണോ? ഇല്ല, അത് മനുഷ്യനായാൽ മതി. എല്ലാവർക്കും അധികാരമുണ്ട്. ആ ഏത് ജാതിയിലുള്ളവർക്കാണെങ്കിലും ഉയരാൻ പറ്റുമോ? ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ, മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗവാം ഗോത്വം യഥാ തഥാ. ഒറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യജാതിയാ. അല്ലെങ്കിൽ എങ്ങനെയാപ്പ ആ ജാതിയൊക്കെ വന്നതാവും അല്ലേ? വേറെ 4 ജാതികളൊക്കെ പഠിച്ചിട്ടില്ലേ? ഉദ്ഭിജം, സ്വേദജം, അണ്ഡജം, ജരായുജം. അതും ഒരു ജാതിയല്ലേ? അല്ലേ? എന്തായി പറയാം? അത് 4 ഉണ്ടോ? അണ്ഡജം, അണ്ഡം പൊട്ടി ഉണ്ടാവുന്നത് അല്ലെ, മുട്ട പൊട്ടി ഉണ്ടാവുന്നത്. സ്വേദജം, അതും അണ്ഡം പൊട്ടിയല്ലേ ഉണ്ടാവുന്നത്? വിയർപ്പിന്റെ സഹായത്തോടു കൂടിയല്ലേ? അണ്ഡം തന്നെയല്ലേ? ഉദ്ഭിജം പൊട്ടിമുളച്ചുണ്ടാവണത്, അതും അണ്ഡം തന്നെയല്ലേ? ജരായുജം, ജരയെ ഭേദിച്ച് ഗർഭാവരണത്തെ ഭേദിച്ചു വരുന്നു, അതും അല്ലേ? ഒന്ന് പുറത്തൊന്നകത്തൊന്നല്ലേ ഉള്ളൂ. അപ്പൊ വാസ്തവത്തിൽ ഇതൊന്നും ഒരു ജാതി തന്നെയല്ലേ? ഒരു ജാതി തന്നെയല്ലേ ഈ 4 ജാതിയായത്? പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ നമ്മൾ ജാതി ഉണ്ടാക്കി, ജാതിയിൽ ഉപജാതികൾ ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, വാസ്തവത്തിൽ ഇതൊന്നു തന്നെയല്ലേ? അപ്പോ ആചാര്യന്മാര് പറഞ്ഞ ആ ഒറ്റ ജാതി തന്നെയുള്ളൂ, മനുഷ്യജാതി. എങ്ങനെ വിചാരം ചെയ്താലും നമ്മൾ എവിടെ എത്തുന്നു? മനുഷ്യൻ.
ആ മനുഷ്യനെന്നുള്ള കാഴ്ചപ്പാടില്ലാതെ പലവിധത്തില് തൻ്റെ സഹോദരനെ ആട്ടി ഓടിക്കുമ്പോ, ഇനി ഇപ്പൊ ജാതിയെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മള് ഇവിടെ ഇന്നും പല ഘട്ടങ്ങളിൽ അതുണ്ട്. പല ഘട്ടങ്ങളിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അത് തീർത്തും നമ്മളെ സമൂഹത്തൊന്നും പോയിട്ടൊന്നുമില്ല. അതിനെ വരെ മതങ്ങള് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ പല ജാതിയുള്ളവരല്ലേ, ഞങ്ങൾ ഒരു ജാതി ആണോ? അല്ല. മതം എന്ന് പറയുമ്പോ എന്താ? എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവില്ലേ? അപ്പൊ മതം ഉള്ള കാലത്തോളം മതങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? അത് തന്നെയല്ലേ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? മതമല്ല, ജാതിയല്ല. അപ്പൊ വേറൊരു പ്രശ്നം അവിടെയും വരുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കണേ, എഴുതി വെക്കണതൊക്കെ. ചിലപ്പോ ഞങ്ങള് മതമൊന്നുമല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സനാതനധർമ്മമാണ് എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോ സൂക്ഷിക്കണം. എന്ത്? പരമാർത്ഥത്തിൽ അങ്ങനെ വിചാരിച്ചോളൂ, വ്യവഹാരത്തിൽ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ റേഷൻ കിട്ടൂല. മനസ്സിലാവണ്ടല്ലോ അല്ലേ? നിങ്ങളെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നവരല്ലേ, അവിടെ ഹിന്ദു മതം എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ല? ഉയർന്ന അർത്ഥത്തിൽ സംഗതി ശരി തന്നെ, ഉൾക്കൊള്ളണം പരമാർത്ഥത്തിൽ. പക്ഷെ മതം എന്ന് പറയേണ്ടടത്ത് പറയേണ്ടി വരും. കാരണം മറ്റുള്ളവരൊക്കെ മതം 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 എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് വേറെ എന്ന് പറയുമ്പോ എന്തുണ്ടാവണം? അത് താഴ്ന്നവനും ഉയർന്നവനും എന്നുള്ള ഉച്ചനീചത്വങ്ങൾ ആ ജാതിയിൽ, മറ്റേ കുലത്തൊഴിൽ എന്ന അർത്ഥത്തിൽ അത് ഒരു കണക്കിൽ ഗുണമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഇന്നത്തെ സ്ഥിതി ഇപ്പൊ അതൊന്നുമല്ല. ജാതി താണവനാവരുത്, മതം മാറിയ കുഴപ്പമില്ലാതാ. മനസ്സിലായില്ല? ഇന്നത്തെ പോക്ക് ഇപ്പൊ അങ്ങനെയാ. ഈ മതം എന്ന് പറയുന്ന സമയത്ത് അഭിപ്രായം എന്ന റിലീജിയൻ എന്നുള്ള പദത്തിന് സമാനമായി മതം എന്ന അർത്ഥത്തിലാണ്. പക്ഷേ അതല്ലാതെയും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മനനത്തിൽ നിന്ന് നിഷ്പന്നമാകുന്ന ജ്ഞാനം എന്ന അർത്ഥത്തിൽ മതശബ്ദം ഉപയോഗിച്ചിട്ടുണ്ടതേ. മനനത്തിൽ നിന്ന് നിഷ്പന്നമാകുന്ന ജ്ഞാനം എന്നാണ് മതശബ്ദത്തിന് നമ്മൾ പഠിക്കുന്ന അർത്ഥം. വിചാരം ചെയ്തിട്ട്. അതെ, നമ്മളൊക്കെ ഒരു തറവാട്ടുകാരായിരുന്നേ. ഒക്കെ ഒരു തറവാടാ. ഇപ്പൊ തറവാടില്ലല്ലോ, ഇപ്പൊക്കെ അത് കുടുംബങ്ങളൊക്കെ ആയി മാറിയില്ലേ. തറവാട്ടിൽ നിന്ന് ഭാഗം കഴിച്ചു പോയിട്ട് ഓരോ കോണിലും ഓരോരുത്തര് വേലി കെട്ടി. ഇതിൻ്റെതാണ്. ഇപ്പൊ എന്തായി? തറവാടിനെ മറന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നടുക്കുള്ള ഭാഗം, വേലി കെട്ടാത്ത ഭാഗം അറിയപ്പെടാൻ വേണ്ടി അതിനൊരു പേര് വിളിച്ചു. ആ പേരെന്തായിരുന്നു? ഹിന്ദുമതം. മനസ്സിലായില്ല? ആരാ വാസ്തവത്തിൽ? ആരാ? ഇതൊരു തറവാടായിരുന്നേ. ആ തറവാട്ടിൽ നിന്ന് ഇതെന്റെ മതം എന്ന് പറഞ്ഞ് വേലി കെട്ടിയപ്പോ വേലി കെട്ടാത്ത ഭാഗം എന്തായി? സ്വാഭാവികമായിട്ടൊരു വേലിക്കെട്ടിനുള്ളിലായി. ആ വേലിക്കെട്ടില് അതിനൊരു പേര് വേണ്ടേ അറിയപ്പെടാൻ? അതിന് വിളിച്ച പേരാ ഹിന്ദു. പറയേണ്ട സമയത്ത് പറയണം, പറയാത്തത് കൊണ്ട് പല അപാകതകളും നമുക്കുണ്ട്. ഒരു ഭാഗത്ത് മതങ്ങളുടെ പേരിൽ വോട്ട് ബാങ്കൊക്കെ ആയി മാറി, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി, അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടി പറയുമ്പോ ഇപ്പുറത്തെന്താവുന്നു? നിങ്ങളെല്ലാരെയും ഉൾക്കൊള്ളുന്നതല്ലേ, നമ്മൾ വിശാല വീക്ഷണമുള്ളവരല്ലേ. അതാണ് പരമാർത്ഥത്തെ അറിഞ്ഞുകൊണ്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കാൻ കഴിഞ്ഞാൽ അതാണ് വേണ്ടത്, വിപരീതാവരുത്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ
എന്താണിപ്പോ ഇതൊക്കെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ശരിയായി കേൾക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ ഈ ഒരു മനുഷ്യന്റെ തലത്തിലേക്ക്, ഭേദബുദ്ധി ഇല്ലാത്തൊരു തലത്തിലേക്ക് എനിക്ക് എത്തണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്രയത്നിക്കണം, സാധന ചെയ്ത് പ്രയത്നിക്കണം. പക്ഷെ അവിടെ ഭഗവാനോട് അർജുനൻ ഒരിക്കലൊരു വാക്യം പറയുന്നുണ്ട്. ഇത് കാറ്റിനെ പിടിച്ച് മെരുക്കുന്നത് പോലെ പ്രയാസമല്ലേ ധ്യാനത്തിലൊക്കെ ഉറച്ച് ഈ ഒരു സാധനാനിഷ്ഠതയിലേക്കൊക്കെ എത്താൻ? അങ്ങനെ എത്തിയാലല്ലേ ഇപ്പൊ ആ ഏകാഗ്രതമായിരിക്കുന്ന ഭാവം കൊണ്ടല്ലേ എല്ലാറ്റിലും സമഭാവന കാണാൻ ഈ തരത്തിൽ എനിക്ക് കാണാൻ പറ്റൂ. അതിന് പ്രാഥമിക തലം മുതലുള്ള സാധനകളൊക്കെ അനിവാര്യമല്ലേ? വേണല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, ധ്യാനത്തിലേക്ക് എത്തിക്കണ്ടേ. ധാരണയിലൂടെ ആ ധ്യാനത്തിൽ എത്തണമെങ്കിൽ, ആ ഏകമായതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊക്കെ ഒരു കാര്യം നമ്മൾ പറയുമ്പോ നമ്മളോട് ആദ്യം എന്താ നമ്മൾക്ക് മറുപടി തരിക? നീ പറഞ്ഞതൊക്കെ ശരിയാ. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ശരിയാ. അത് തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കാൻ നമ്മൾ ഇരിക്കില്ല. അപ്പൊ ആദ്യം ഒന്ന് എന്ത് ചെയ്തു? ഭഗവാൻ പറഞ്ഞു, അർജുന നീ പറഞ്ഞു ശരി തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞു ശരിയല്ലേ മൂപ്പരും ഇങ്ങനെ ഗമിച്ചിരിക്കുമ്പോഴാണ് പിന്നെ പറയണത്, എന്നാലും കഴിയും. ഇതെന്തും മരിക്കാനൊന്നും കഴിയില്ല, മനസ്സിനെ ഏകാഗ്രമാക്കല് എളുപ്പമൊന്നും അല്ല എന്ന് അർജുനൻ പറഞ്ഞ് അങ്ങ് സമ്മതിച്ചു കൊടുത്തുന്നേ. ഭഗവാനോട് സമ്മതിച്ചു കൊടുത്തു. ശരിയാ നീ പറഞ്ഞത്, എളുപ്പമൊന്നുമല്ല. ചഞ്ചലമാണ് മനസ്സ്. ആ ചഞ്ചലമായ മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കുക എന്നുള്ളത് പ്രയാസമാണ്, വലിയ പ്രയാസമാണ്. ആ പ്രയാസമാണെന്നുള്ളതിനെ അംഗീകരിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ പറയാ എന്ത്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താ? അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണതു ഗൃഹ്യതേ. രണ്ട് കാര്യങ്ങളെ കൊണ്ട് നടക്കും. അഭ്യാസം എന്ന് പറഞ്ഞാൽ നിരന്തരമായ ആവർത്തനം. നിശ്ചിത സമയത്ത് നമ്മൾ നിത്യവും ചെയ്യണം, പോരാ. ആ നൈരന്തര്യം വിട്ടുപോവാതിരിക്കും വേണം. പിന്നെ എവിടേക്കാണോ നമ്മുടെ മനസ്സ് പോകുന്നത് അതിൽ വൈരാഗ്യം ഉണ്ടാവണം. വൈരാഗ്യം എന്ന് പറഞ്ഞാല് മലയാളത്തിലെ വൈരാഗ്യം അല്ല കേട്ടോ. മലയാളത്തിലെ വൈരാഗ്യം ഞാൻ പുറത്ത് കാണിച്ചു തരാം. തുച്ഛബുദ്ധി, ഇതൊക്കെ എത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവണം. ഒരു കോണിപ്പടിയുമല് ഒരു പടിയുമല് ഒരു വിരല് വെച്ചിട്ട് ഇങ്ങനെ പിടിത്തം കിട്ടിയും തോന്നിയപ്പോഴേക്ക് എന്ത് ചെയ്യും? അടുത്തേക്ക് കാല് വെച്ചാൽ എന്തുണ്ടാവും? ഉരുണ്ട് താഴെ വീഴും. അതുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പ് ശരിക്കും ഉറപ്പിച്ചിട്ട് അടുത്തേക്ക് പ്രവേശിക്കൂ. അങ്ങനെ കേറൂ. അവിടെ ഇവിടെയും തൊടാതെ ആരും ഒന്നും അല്ലാതെ ആവണ്ട. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വീണ്ടും വരും, അഭ്യാസമാണോ വൈരാഗ്യമാണോ ആദ്യം വേണ്ടത്? വൈരാഗ്യം വന്നിട്ട് സാധന ചെയ്താൽ മതിയോ, അതോ സാധന ചെയ്തിട്ട് വൈരാഗ്യം വന്നാൽ മതിയോ? അതിനും വേണ്ടേ? ഇപ്പൊ നമ്മളെ ജീവിതത്തില് ഇപ്പൊ ഒരു ജീവിതത്തിൽ വരുന്ന നമ്മളെ ദൃഷ്ടിയിൽ പറയുന്ന നല്ലതെന്നോ ചീത്തയെന്നോ നമ്മൾ വ്യവഹരിക്കുന്ന, അതിൽ നല്ലതിൽ നിന്നാണോ നമ്മൾ നല്ലതിലേക്ക് വരിക, ചീത്തതിൽ നിന്നാണോ? നല്ലതെന്ന് പിന്നെ നല്ലതിലേക്ക് വരുമോ? അപ്പൊ രണ്ടും പറഞ്ഞത് നമ്മളെ തലത്തിലാണ്, മഹാത്മാവിന്റെ തലത്തിലല്ല. നമ്മുടെ തലത്തിൽ, അത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തലത്തിൽ നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം തിക്താനുഭവങ്ങൾ വന്നിട്ടുണ്ടോ, അത് രോഗമാവട്ടെ, ക്ലേശങ്ങളാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, എന്തോ ആവട്ടെ, അതാണോ നമ്മൾ അടുത്ത പടിയിലേക്ക് ഉയർത്തിയത്, അതോ നമ്മളെ ജീവിതത്തിൽ നല്ലത് വന്നതാണോ?
അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ആ ഉയരാൻ ഇവിടെ വരുന്നത് മുഴുവൻ എന്താണ്? നല്ലതെന്നോ ചീത്തയെന്നോ ചൂടെന്നോ തണുപ്പെന്നോ പൂജയെന്നോ പരിഭവമെന്നോ ഒന്നും ഭേദമില്ല. എല്ലാം നമ്മളെ നന്മയ്ക്കാണ്, ഉയർച്ചയ്ക്കാണ്. അത് കാണാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. അല്ലാതെ നല്ലത് മാത്രം ഉണ്ടായിട്ട് ഞാൻ നല്ലത് കാണാം സാധ്യമല്ല. ചീത്തത് മാത്രമായ ഒരു ലോകവും ഇല്ല. നല്ലതും ചീത്തയും ഇടകലർന്നത് തന്നെയാണ്. പക്ഷെ ഇതില് ഏതിനും നമുക്ക് നമ്മളെ ഉയർത്താനുള്ള, നമ്മളെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ഇതാണ്. അതുകൊണ്ട് വൈരാഗ്യം എന്ന് പറയുമ്പോൾ, വൈരാഗ്യം വന്നിട്ട് സാധന തുടങ്ങിയാൽ പോരെ എന്നുള്ള ചോദ്യത്തിന് കൃഷി ഇറക്കാത്തവൻ കൊയ്ത്ത് കാത്തിരിക്കും പോലെ. അയാൾ കൃഷിയെ ഇറക്കിയിട്ടില്ല, എന്നിട്ട് കൊയ്ത്തിന് കാത്തിരിക്കുക. അങ്ങനെയാണോ വേണ്ടത്? എവിടെ എവിടെ നമ്മുടെ മനസ്സ് പോകുന്നുവോ അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ബിന്ദുവിൽ നിബന്ധിച്ച് ക്രമികമായി ആ ഏകാഗ്രതയിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ഏകാഗ്രതമായിരിക്കുന്ന ഒരു മനസ്സ്, ചിത്തം, ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ ഇതിലേക്ക് എത്തിച്ചേരുള്ളൂ എന്നാ പറയുന്നത്. അതുകൊണ്ട് ഒരു സാധനയും ഒഴിവാക്കേണ്ടതല്ല, നന്നായിട്ട് ചെയ്യേണ്ടതാണ്, ശാസ്ത്രീയമായിട്ട് ചെയ്യണം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഉയർത്തുന്നതാണ് ശാസ്ത്രം. അതുകൊണ്ട് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെയൊക്കെ, ഗീതാശാസ്ത്രം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉയർത്തുന്നതാണ്. ആരെ ഉയർത്തുന്നത്? നമ്മളൊക്കെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ഉയർത്തുന്നു. എല്ലാവരും ഒരേപോലെ അല്ല. എവിടെയാണോ നാം ഇരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും പലതലത്തിലിരിക്കുന്നവരായിരിക്കും അല്ലേ? എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ നിന്ന് ഉയർത്തുന്നതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉയരാനുള്ള അവകാശവും സാധ്യതയും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ അധ്യായം നമ്മൾ ശരിക്കും മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ, ഇനി അർജുനൻ സംശയം ചോദിക്കുന്ന ശ്ലോകങ്ങളാണ് അടുത്തുള്ളത്, പക്ഷെ ഈ ഒരു ഭാഗം നമ്മൾ ശരിക്കും മനനം ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഈ അധ്യായത്തിൻ്റെ രൂപം നമുക്ക് കിട്ടും. പിന്നെ പോയിട്ട് വിചാരം ചെയ്താൽ, നേരത്തെ പറഞ്ഞ വിചാരമല്ല കേട്ടോ, ആ വിചാരത്തിന്റെ ദിശ ശരിയാക്കാനാണ് നമ്മളിതൊക്കെ കുത്തിയിരുന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് ആ ദിശ ശരിയായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ആ മർത്യൻ എന്നുള്ളതിൽ നിന്ന് മനുഷ്യൻ എന്നുള്ളതിലേക്ക് ഒരു പരിണാമം സാധ്യമാകും. മർത്യൻ എന്നുള്ളതിലേക്ക് ഈ സ്ഥാപനങ്ങൾ വരെ മർത്യനിൽ പെട്ടതാ അല്ലേ? സ്ഥാപനങ്ങള് അതൊക്കെ എങ്ങനെയാ സഞ്ചരിക്കുന്നത്? എങ്ങനെയാ? തലയും ഉടലും സമാനമാണ്. ഇനി അഥവാ തല കുറച്ച് മുകളിലാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വരണം, താഴോട്ട് വരണം. അപ്പൊ തല കൊടുത്തത് എന്തിനാ? തല എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടല്ലേ കൊണ്ടുവന്നത്. ബുദ്ധി കൊടുത്തത് അവർക്ക് എന്തിനാ? മാമുണ്ണാൻ അല്ലേ? അവരുണ്ട് കഴിഞ്ഞാല് തൃപ്തരായിട്ട് കിടക്കും. കൂടുതൽ അതിലൊക്കെ പോയവർക്കൊക്കെ അറിയില്ലേ, മൃഗങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഉപദ്രവിക്കാതെ അവർ ഗുഹയിൽ കിടക്കും. പിന്നെ ഓല ഉണർത്താൻ പോകാൻ ഞാൻ മതി, പിന്നെ സുഖമായിട്ട് അവർ ഉറങ്ങിക്കോളും. അവർ ആഹാരത്തിന് വേണ്ടിയിട്ട് ചാടി വീണ് ആക്രമിച്ച് അവർ കഴിക്കും. പക്ഷെ മനുഷ്യനോ, ഇത് മനസ്സിലാവാത്ത മനുഷ്യൻ എന്ത് ചെയ്യും? ഇത് കഴിച്ചു കഴിഞ്ഞാലാണ് ആലോചിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ എന്താ വഴി. ഇത് പഠിക്കാത്തവരെ സംബന്ധിച്ചാ പറഞ്ഞത്. ഇത് പഠിച്ചവരെന്തുണ്ടാവും? അവന് പിന്നെ വിശ്രമമില്ല. അവനെന്താ? കാരണം തല തന്നിട്ടുണ്ടേ. നമ്മളൊക്കെ എന്തിനിരിക്കണവരാ? ഉണ്ണായിരിക്കുക അതോ ഇരിക്കാവുണ്ടേ? സമയമായി, 1 മണിയാവാനായി, ഉണ്ണാനിരിക്കാനായി. ഉണ്ണാനിരിക്കുകയാണോ ഇരിക്കാനും ഉണ്ണാണോ? സാധാരണ അല്ലേ കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിച്ചു നോക്കുക, ഉണ്ണായിരിക്കല്ലേ? സാധാരണ ചോദിക്കല്ലേ? എന്താ കണ്ണോട് നോക്കിയാൽ മനസ്സിലാവും ഉണ്ണായിരിക്കാന്ന്. ഒന്ന് ചോദിച്ചു നോക്കൂ, ഉണ്ണായിരിക്കുക. അതെ ഉണ്ണായിരിക്കുക. ഉണ്ണായിരിക്കുക. പക്ഷെ ബുദ്ധിയുള്ളവരെന്താ പറയാന്നറിയോ? അല്ല, ഞാൻ ഇരിക്കാൻ ഉണ്ണാണ്.
അരിച്ചാക്ക് കാലിയാക്കാനല്ല ഇരിക്കുന്നത് എന്ന്. മനുഷ്യനെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ഉണ്ണലല്ല പ്രാധാന്യം. കാരണം അതിന്റെ മുകളിലൊരു തല ഉണ്ട്, ആ തലയ്ക്കുള്ളത് കൊടുക്കണമെന്ന്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. വിശേഷ ബുദ്ധിയാണ് മനുഷ്യന്റെ പ്രത്യേകത. അതിന് ഉപയോഗിക്കാൻ അടുത്തേൽ ഉണ്ണണ്ട്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ മഹത്തായ നഷ്ടക്കച്ചവടാണ്. അടുത്തേൽ ഉണ്ണേണ്ട ജീവിയായിട്ട് വരേണ്ടി വരും. ഇത് കിട്ടിയത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലേ, വിശേഷ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ജന്തൂനാം നരജന്മ ദുർലഭം. ആ നരജന്മ മർത്യന്മാരുടെ ഇടയിലാണ് നമ്മളൊക്കെ പെടുന്നത്. എല്ലാം മരണത്തെ പ്രാപിക്കുന്നവരാണ്. ജനിച്ചത് കൊണ്ട് മരിക്കും അല്ലേ? ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യജ തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതും അർഹസി. പക്ഷെ അതിൽ നിന്ന് നമ്മളെ ഉപരി എത്തിക്കുന്നത് എന്താണ്? ആ മരണധർമ്മത്തിൽ നിന്ന് നമ്മളെ ഉപരി എത്തിക്കുന്നത് എന്താണ്? മനുഷ്യനാണ്. മനുഷ്യനാവണം. അപ്പൊ രണ്ട് പദങ്ങളുണ്ട് നമുക്ക്. ഒന്ന് മർത്യൻ, മറ്റൊന്ന് മനുഷ്യൻ. ഇപ്പൊ നമ്മൾ ആരാണ്? മർത്യൻ. അപ്പോ തിരശ്ചീനമായി സഞ്ചരിക്കുന്ന ജീവികൾക്ക് സമാനമാണ് നമ്മൾ. അങ്ങനെയാണല്ലോ. കുറെ ഉണ്ണണം, കുറെ ഉറങ്ങണം, കുറെ ഉണ്ണാനായിക്കൊണ്ട് പണിയെടുക്കണം, പ്രത്യുൽപാദന കർമ്മം നിർവഹിക്കണം. എന്നിട്ടോ കുട്ടികൾ ഇതൊക്കെ മറ്റുള്ള ജീവികളും ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേകതയും നമുക്ക് പറയാനില്ല. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ അത് മാത്രം പോരാ. മാത്രം വേണ്ടെന്ന് പറഞ്ഞില്ല, അത് മാത്രം പോരാ. അതിനുപരി അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവ് വിനിയോഗിക്കാതെ നമ്മൾ പോയാൽ അത് മഹത്തായ നഷ്ടക്കച്ചവടമാകും. മനുഷ്യനാകെ അവകാശപ്പെടാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. ബുദ്ധിമുട്ടിയ മനുഷ്യനല്ലാതാവും. ദേഹമുട്ടുണ്ട്, കർമ്മമുട്ടുണ്ട്, സർവമുട്ടുകളും ഉണ്ട്. പക്ഷെ എന്നാൽ എന്ത് മുട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം പറയും ബുദ്ധിമുട്ടല്ലേ. കേട്ടില്ല? മഹാത്മാക്കൾ അങ്ങനെയല്ല കേട്ടോ. അവര് ആലോചിച്ചിട്ട് ഒരു വാക്ക് പറയുള്ളൂ. അവര് തമാശ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നതല്ലേ ബുദ്ധിമുട്ടല്ലേ. രോഗം വന്നാൽ ബുദ്ധിമുട്ട്, എല്ലാം ബുദ്ധിമുട്ട്. അപ്പൊ ബുദ്ധിമുട്ടാൻ പാടുണ്ടോ? ബുദ്ധിമുട്ടാതിരിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ പ്രത്യേകത. ബുദ്ധിക്ക് മുട്ടില്ലാത്തതല്ലേ മനുഷ്യന്റെ പ്രത്യേകത. അത് മുട്ടിയാ പിന്നെ നമ്മൾ ആരാവും? പിന്നെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. അപ്പൊ ബുദ്ധിമുട്ടരുത്. തമാശയ്ക്ക് പോലും പറയരുത് ബുദ്ധിമുട്ടിന്ന്. മനസ്സിലായില്ലേ? അത് മാത്രമേ നമ്മളുള്ള പ്രത്യേകത ഉള്ളൂ. എന്നാലും നമ്മൾ സാധാരണ പറഞ്ഞ് ശീലിച്ചൊരു പദമാണ്. അങ്ങനത്തെ ചില ശീലങ്ങളൊക്കെ മാറ്റണം. ശീലം നമ്മളെ മാറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മളെ ശീലം മാറ്റും. മാറ്റുവിൻ ചട്ടങ്ങളെ, അതുമല്ലെങ്കിൽ മാറ്റും അത് നിങ്ങളെത്താൻ. അതുകൊണ്ട് ഏത് കാണണമെന്ന് ആദ്യം തീരുമാനിക്കണം. നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ടെന്നല്ല, നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ എന്തുണ്ട്? നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സ്വാധീനിക്കാതിരിക്കട്ടെ ചെയ്യട്ടെ. കാരണം അവരെ ഏത് തരത്തിലാണ് സ്വീകരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഓരോ വാക്കും അതാണ് സാധന. നമ്മുടെ സാധനകളിലൂടെ സാധിപ്പിച്ചെടുക്കേണ്ടത് എന്താണ്? ഇതാണ് ചിട്ടപ്പെടുത്തലുകളാണ്. ആ ചിട്ടപ്പെടുത്തലിലൂടെ ഓരോ സാധനകൾ ചെയ്യുമ്പോഴും അതിനനുസൃതമായ ഒരു ജീവിത രീതി, വാക്കും പ്രവൃത്തിയും, പറയുന്നത് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാൻ കഴിയുന്നതേ പറയാനും, അങ്ങനെയുള്ള ഒരു വിധാനത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ അന്ധമായ ഒന്നിൻ്റെയും പിന്നാലെ പോവാതെ എല്ലാ വസ്തുക്കളെയും നിരൂപണം ചെയ്യുമ്പോൾ അതിൽ രണ്ട് വശങ്ങൾ ഉണ്ടാവും. രണ്ട് വശവും ഒരുപോലെ നിരൂപണം ചെയ്താൽ ഗുണവശം ഉണ്ടാവും, ദോഷവശം ഉണ്ടാവും വസ്തുക്കളിലൊക്കെ. ആ ഗുണവശത്തെ മാത്രം എടുക്കരുത്, ദോഷവശത്തെയും ചിന്തിച്ചിട്ട് ഏതാണ് കൂടുതലെങ്കിൽ അത് സ്വീകരിക്കുക. അത്രേ പറയുള്ളൂ. അതെ, അത് യുക്തിപൂർവം വിചാരം ചെയ്യുക. ചിലപ്പോ ആദ്യം കുറച്ച് കഴിക്കും, പിന്നെ മധുരിക്കും. മറ്റത് ആദ്യം മധുരിക്കും, പിന്നെ കഴിക്കും. ഇത്രേ വ്യത്യാസമുള്ളൂ.
അതുകൊണ്ട് ഒരു ദീർഘദൃഷ്ടിയിലൂടെ, ഒരു വീക്ഷണത്തിലൂടെ വിചാരം ചെയ്ത് മനുഷ്യത്വത്തിലേക്ക്, മർത്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമമാണ് ഇനി വേണ്ടത്. ബുദ്ധിപരമായ വളർച്ചയാണ് ഇനി വേണ്ടത്. ജൈവിക പരിണാമം അല്ല ഉള്ളത്, ബുദ്ധിപരമായ വളർച്ചയാണ്. അതിനനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ആചാര്യന്മാര് കുറേ കാലമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഭാരതം, അല്ലേ, ഭാരതം എന്ന് പറയുമ്പോൾ മഹാഭാരതത്തിന്റെ ഭാഗമാണല്ലോ ഈ ഗീത. മഹാഭാരതം ഭാ ദീപ്തൗ തസ്യാം രമതേ ഇതി ഭാരത. ഏത് പ്രകാശത്തിൽ? പ്രകാശം എന്ന് പറയുമ്പോൾ ഇരുട്ടിനെ അപേക്ഷിച്ച പ്രകാശം ഇതാണ്. പക്ഷെ നിരപേക്ഷമായ പ്രകാശം അറിവാണ്. അറിവാകുന്ന പ്രകാശത്തിൽ ആനന്ദിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ അറിവ്, അറിയൂ 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 അറിയൂ, ഇത് തന്നെയാണ്. ആ അറിവാണ്, ഈ പരമാർത്ഥത്തെ അറിയലാണ് എന്ത്? മോക്ഷം. അല്ലാതെ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ഒന്നും പോകലല്ല. അതൊക്കെ പോയാലും കാണപ്പെടുന്നതൊക്കെ ഉണ്ടായതാണ്, ഉണ്ടായതൊക്കെ നശിക്കുന്നതാണ്. അതുകൊണ്ട് ഏതറിവാണ് വേണ്ടത്? നശിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് നശിക്കും. ഏതറിയണം? തന്നെ, തന്നിൽ തന്നെ താനായി അറിയൂ. ആ അറിവ് കൊണ്ട് മാത്രമേ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിൽ ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മുക്തിയെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കാൻ പറ്റൂ, മരിച്ചിട്ടല്ല. ഇത് മനസ്സിലാക്കിയിട്ട് അവിടെ ആ ഒരു സാധനാ മാർഗത്തിൽ നമ്മളെ മുന്നേറാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു ശ്ലോകമാണ് ഈ 32-ാമത്തെ ശ്ലോകം. ഇനി അതിൻ്റെ അർജുനനിൽ വരുന്ന, അഥവാ അർജുനൻ നിമിത്തീകൃത്യ സർവ്വലോകോപകാരാർത്ഥം ഭഗവാൻ പറഞ്ഞതാണ് ഇതൊക്കെ. അതുകൊണ്ട് അർജുനൻ നിമിത്തമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അർജുനന്റെ തലത്തിലെത്തിയാൽ ആ സംശയങ്ങളെ നിവൃത്തി വരുത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അവിടെ എത്താം. അതുകൊണ്ട് സംശയം വരുന്നത് ചോദിക്കാനുള്ള ഒരു സന്ദർഭം പൊതുവെ ഇന്ന് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഏത് മേഖലയിൽ നോക്കിയാലും, ഏത് മേഖലയിൽ ചോദിക്കാനും. ഇപ്പോൾ അലോപ്പതി ഡോക്ടർമാർ അതിനെപ്പറ്റി പറയുന്ന സമയത്ത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വരെ പറയാറുണ്ട്, ആയുർവേദത്തെ അന്ധമായിട്ട്, അല്ലേ, ആയുർവേദം മോശമാണ്, അലോപ്പതി മാത്രമേ ശരിയുള്ളൂ, ഒരു മതമായിട്ട്. അപ്പൊ നമ്മൾ ചിലത് ചോദിക്കുമ്പോൾ അവർ പഠിച്ചു വെച്ചത് അങ്ങനെയാ. കാരണം അങ്ങോട്ട് ചോദിക്കരുത്, ചോദിക്കാൻ അതിലൊന്നും വകുപ്പില്ല, ചോദിച്ചാലല്ലേ പ്രശ്നം. പക്ഷെ ഇത് സനാതന ധർമ്മത്തിൽ അങ്ങനെയല്ല. മതങ്ങളിലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്താൽ കള്ളി പൊളിയും. ചോദ്യം ചെയ്താൽ ഹഡ്ഡടി, ഊരുവിലക്ക്, ഭ്രഷ്ട്, മതത്തിൽ സ്ഥാനമില്ല. പക്ഷെ ഇവിടെ ചോദിക്കണം. വിമർശിച്ചത് അശേഷേണ യഥേച്ഛസി തഥാ കുരു. വിമർശനം ചെയ്ത് പഠിക്കണം. ആദ്യം പുറമെ അല്ലട്ടോ ചോദിക്കേണ്ടത്, ഇത് അവനവനോട് ചോദിക്കണം. അതിനാണ് വിചാരം. ആദ്യം തന്നെ ഞാൻ ചോദ്യം ചെയ്തിട്ടേ അടങ്ങുള്ളൂ, ഞാൻ സ്വാമിജീനോട് പോയിട്ടാണ് ചോദിക്കട്ടെ, എന്നിട്ട് കിട്ടുമോ നോക്കട്ടെ, അതല്ല. ആദ്യം കേട്ടതിനെ കുറിച്ച് അവനവനോട് തന്നെ ചോദിക്കുക. അതാണ് വിചാരം ചെയ്യൽ. ആ വിചാരത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സംശയങ്ങളെ നിർണയിക്കാൻ ഗുരുനാഥനോട് ചോദിക്കുക. അല്ലാതെ എന്തും ചോദിച്ചിട്ട് അതല്ല. ആദ്യം അവനവനോട് ചോദിക്കണം. അതിനുള്ള ചില നുറുങ്ങുകളാണ് ഇതൊക്കെ തരുന്നത്. അങ്ങനെ നമുക്ക് അതത് സമയത്ത് വരുന്ന സംശയങ്ങളെ നിവൃത്തി വരുത്തിയിട്ട് സാധനാ നിഷ്ഠയിലൂടെ നിതരാൻ തിഷ്ഠതീതി നിഷ്ഠ നൈരന്തര്യരണ മുന്നേറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരമമായ സത്യത്തെ, ഈശ്വരൻ പലതില്ല, ഈശ്വരൻ പലതുണ്ടെന്ന് വിചാരിക്കുന്നവർ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കുന്നു, നാശത്തെ പ്രാപിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഈശ്വരൻ എത്ര ഉണ്ട്? ഒന്നെന്ന് പറയരുത്, ഈശ്വരനേ ഉള്ളൂ, അല്ലേ? പക്ഷേ അപ്പോ ശിവൻ, കുട്ടിച്ചാത്തൻ, ഭൈരവൻ, പുളികൻ, വിഷ്ണു, ദേവി, അവർക്ക് എന്താ? അതാരാ? ഈ അമ്പലത്തിലൊക്കെ പൂജ ചെയ്യുന്ന സമയത്ത് അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ചൊല്ലാറുള്ളൂ തോന്നുന്നു. അതിന്റെ പൂർണ്ണരൂപം ആകാശാത്പതിതം തോയം യഥാ ഗച്ഛതി സാഗരം
സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്തുനിന്ന് മഴ പെയ്യുന്നത് പോലെ അതൊക്കെ എവിടെ ചെന്ന് ചേരുന്നു? ഒരു സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. അതുപോലെ ഏത് ദേവനെ നമസ്കരിച്ചാലും അതൊക്കെ എവിടെ എത്തുന്നു? ഒരു പരമേശ്വരനിൽ, ഒരു ജഗദീശ്വരനിൽ, ഒരു സർവേശ്വരനിൽ. പേരെന്താ? സർവേശ്വരൻ, ജഗദീശ്വരൻ, പരമേശ്വരൻ. പലതുണ്ടാവുമോ? ഉണ്ടെങ്കിൽ രണ്ട് ഈശ്വരന്മാർ സംഭവ്യമാണെങ്കിൽ എന്തുണ്ടാവും? ഒരു ഈശ്വരൻ മറ്റേ ഈശ്വരന്റെ അധീനത്തിലാവൂലേ? അപ്പോഴും രണ്ടാമത്തെ ഈശ്വരന് ഈശ്വരത്വം നഷ്ടപ്പെടും. അപ്പൊ ഈശ്വരൻ എത്രയാ? അപ്പൊ ആ പരമമായ സത്യം, ആ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ആ പരമപ്രകാശത്തെ അതറിഞ്ഞിട്ട്, പരമാർത്ഥത്തെ അറിഞ്ഞിട്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വണ്ടൂരടുത്ത് പുന്നപ്പാല ശങ്കരാശ്രമത്തിന്റെ 20ാമത്തെ വാർഷികമാണ്. 4, 5 തീയതികളിൽ വരാൻ തോന്നുന്നവർക്കൊക്കെ വരാം. ഇത്രേ പറയുന്നുള്ളൂ. 2 ദിവസമുണ്ട്. 5-ാം തീയതി ക്രിസ്മസ് കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് സാധാരണ 5-ാം തീയതിയാണ് പതിവ്. അത് 4-ാം തീയതിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂരടുത്ത് ആണ് ശങ്കരാശ്രമം. സ്വാമിജിയുടെ പേരിലുള്ള ഏക ആശ്രമം. ബാക്കി എന്താ വെച്ചാൽ ആലോചിച്ചോളൂ.